നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേബിൾ ടിവിയും ബ്രോഡ്ബാൻഡും ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത സംവിധാനമാക്കി മാറ്റുന്നതിൽ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാർ ചെറുതല്ലാത്ത സേവനമാണ് രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PP സുരേഷ്. 15ഓളം കേബിൾ TV ഓപ്പറേറ്റർമാരുടെ നേതൃത്വത്തിൽ വടക്കേക്കാട് ആരംഭിച്ച വെല്ലോസ് മീഡിയയുടെ ഉദ്ഘാടനം PP സുരേഷ് നിർവഹിച്ചു. പിതാവ് വാഹനാപകടത്തിൽ മരിച്ചതിന് പിന്നാലെ 2 ദിവസത്തിനുള്ളിൽ 18 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞും മരിച്ചു. വെള്ളറക്കാട് പൊയ്ലി റോഡിൽ തറമേൽ ഞാലിൽ വീട്ടിൽ സുധീഷ് അനുരാധ ദമ്പതികളുടെ മകളെയാണ് ഉറക്കത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മന്നലാകുന്ന ദേശീയപാത 66 ആറുവരിപ്പാതയിൽ അപകടം പതിവാകുന്നു. ശക്തമായ മഴയിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ടാണ് അപകടത്തിന് കാരണം. പരാതി നൽകിയിട്ടും നടപടിയെടുക്കുന്നില്ലെന്ന് നാട്ടുകാർ. കുന്നംകുളം നഗരമധ്യത്തിൽ ശനിയാഴ്ച രാത്രിയുണ്ടായ വാഹനാപകടത്തിൽ 3 വയസ്സുകാരൻ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. പഴഞ്ഞി പെരുന്തുരുത്തി സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. കേബിൾ ടിവിയും ബ്രോഡ്ബാൻഡും ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത സംവിധാനമാക്കി മാറ്റുന്നതിൽ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാർ ചെറുതല്ലാത്ത സേവനമാണ് രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PP സുരേഷ് അഭിപ്രായപ്പെട്ടു. 15ഓളം കേബിൾ TV ഓപ്പറേറ്റർമാരുടെ നേതൃത്വത്തിൽ വടക്കേക്കാട് ആരംഭിച്ച വെല്ലോസ് മീഡിയ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മികച്ച ഏകോപനത്തിലൂടെ കൂടുതൽ വേഗതയുള്ള സേവനങ്ങൾ ഗുണമേന്മയിൽ ഗുണഭോക്താക്കൾക്ക് എത്തിക്കുവാനും ടൂറിസം മേഖല ടോട്ടൽ സൊല്യൂഷൻ പ്രൊഡക്ഷൻ, കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തുടങ്ങി വിദ്യാഭ്യാസ രംഗത്തുൾപ്പെടെ പുതിയ സംവിധാനത്തിലേക്ക് കേരള വിഷൻ പ്രവേശിക്കുമ്പോൾ ഇത്തരം കൂട്ടായ്മയ്ക്ക് ഏതു വെല്ലുവിളിയെയും അതിജീവിച്ച് മുന്നോട്ടു പോകാൻ കഴിയുമെന്ന് PP സുരേഷ് പറഞ്ഞു. കേബിൾ ഇൻഡസ്ട്രി എന്നുള്ള നിലയിൽ നമ്മൾ ആരംഭിച്ചപ്പോൾ അതൊരു ആഡംബര വസ്തുവായിരുന്നു. എന്നാൽ ഇന്ന് കേബിൾ ടിവിയിൽ നിന്നും മാറി നമ്മൾ ബ്രോഡ്ബാൻഡിലെത്തുമ്പോൾ അതൊരു അവശ്യ വസ്തുവാണ്, അനിവാര്യമായ വസ്തുവാണ്. ഇന്നൊരു മിനിറ്റ് പോലും ബ്രോഡ്ബാൻഡ് കട്ടായാൽ അതിന്റെ പ്രൊവൈഡർമാരായ ഓപ്പറേറ്റർമാർക്ക് ഇരിക്കാൻ കഴിയില്ല. അപ്പൊ അത്രയും സെൻസിറ്റീവായിട്ടുള്ള ഒരു ബിസിനസ് കൈകാര്യം ചെയ്യുന്ന ഓപ്പറേറ്റർമാർ എന്നുള്ള നിലയിൽ നിന്നും മാറിക്കൊണ്ട് പുതിയ സംവിധാനങ്ങളിലേക്ക് കേരള വിഷൻ പ്രവേശിക്കുകയാണ്. വടക്കേക്കാട് അൽ വഫ്ര കോംപ്ലക്സിൽ നടത്തിയ ചടങ്ങിൽ വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ബാബു അധ്യക്ഷയായിരുന്നു. വാർഡ് മെമ്പർ നിഷിത ബാബു, KCCL ചെയർമാൻ PP സുരേഷ് കുമാർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ KV രാജൻ, ജില്ലാ സെക്രട്ടറി CG ജോസ്, KCCL ഡയറക്ടർ VP ബൈജു, TCV മാനേജിംഗ് ഡയറക്ടർ PM നാസർ, CCTV മാനേജിംഗ് ഡയറക്ടർ KC ജോൺസൺ, CCTV മുൻ മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. വെല്ലോക്സ് മീഡിയയിൽ നിന്നും പിരിഞ്ഞുപോകുന്ന മാനേജർ സിൻഡോ ജോസിനുള്ള ഉപഹാരവും പൊന്നാട അണിയിക്കലും TV ജോൺസൺ നിർവഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ ബാബു നാസർ സ്വാഗതവും മാനേജിംഗ് പാർട്ണർ KC ജെയിംസ് നന്ദിയും പറഞ്ഞു. പുന്നയൂർ, പുന്നയൂർകുളം, വടക്കേക്കാട് എന്നീ മേഖലകളിലെ 15ഓളം കേബിൾ TV ഓപ്പറേറ്റർമാരുടെ നേതൃത്വത്തിലാണ് വെല്ലോക്സ് മീഡിയ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. പിതാവ് വാഹനാപകടത്തിൽ മരിച്ചതിന് പിന്നാലെ 2 ദിവസത്തിനുള്ളിൽ 18 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞും മരിച്ചു. വെള്ളറക്കാട് പൊയ്ലി റോഡിൽ തറമേൽ ഞാലിൽ വീട്ടിൽ സുധീഷ് അനുരാധ ദമ്പതികളുടെ മകളെയാണ് ഉറക്കത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ 2:30ഓടെ അക്കിക്കാവ് വെച്ച് ബൈക്കും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ചാണ് ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന 24 വയസ്സുള്ള സുധീഷ് മരിച്ചത്. ഇന്ന് സുധീഷിന്റെ മരണാനന്തര ചടങ്ങിന്റെ ഭാഗമായി അസ്ഥി പെറുക്കുന്ന ദിവസമായിരുന്നു. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് തൊട്ടിലിൽ കിടന്നിരുന്ന കുഞ്ഞിനെ മൂക്കിൽ നിന്നും രക്തം വാർന്ന് തണുത്ത് മരവിച്ച ചലനമില്ലാത്ത നിലയിൽ കണ്ടത്. തുടർന്ന് മരത്തങ്കോട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് മരണം സ്ഥിരീകരിച്ചു. ഇതിനുശേഷം മേൽ നടപടികൾക്കായി കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പാൽ തൊണ്ടയിൽ കുരുങ്ങിയതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. രാത്രിയിൽ പാൽ കൊടുത്തതിനു ശേഷം തൊട്ടിലിൽ കിടത്തിയതായിരുന്നു. സംഭവത്തിൽ എരുമപ്പെട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കുന്നംകുളം നഗരമധ്യത്തിൽ ശനിയാഴ്ച രാത്രിയുണ്ടായ വാഹനാപകടത്തിൽ 3 വയസ്സുകാരൻ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. പഴഞ്ഞി പെരുന്തുരുത്തി സ്വദേശികളായ 3 വയസ്സുള്ള യുവ, ജയകൃഷ്ണൻ, ശ്രീലക്ഷ്മി എന്നിവർക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാത്രി 9:30ഓടെയാണ് അപകടമുണ്ടായത്. തൃശൂർ റോഡിൽ നിന്നും പട്ടാമ്പി റോഡിലേക്ക് സഞ്ചരിക്കുകയായിരുന്ന സ്കൂട്ടറിൽ ഗുരുവായൂർ റോഡിൽ നിന്നും വന്ന കാർ നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു.
കാർ സ്കൂട്ടറിൽ ഇടിച്ചതിനെ തുടർന്ന് സ്കൂട്ടർ യാത്രികർ റോഡിലേക്ക് തെറിച്ചു വീണു. അപകടത്തിൽ സ്കൂട്ടറിനും കാറിനും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. പരിക്കേറ്റവരെ ഉടൻ തന്നെ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ ചേർന്ന് മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മന്ദലാംകുന്ന് ദേശീയപാത 66 ആറുവരി പാതയിൽ അപകടം പതിവാകുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇവിടെ നടന്നത് 6 വാഹനാപകടം. ഒരു അപകട മരണവും സംഭവിച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ആറുവരിപ്പാത MK സൂപ്പർ മാർക്കറ്റിന് സമീപം ഒരേ ദിശയിലേക്ക് പോകുകയായിരുന്ന 3 കാറുകൾ അപകടത്തിൽപ്പെട്ടത്. ചെറിയ മഴ പെയ്താൽ പോലും ആറുവരിപ്പാതയിൽ വെള്ളം കെട്ടിനിൽക്കുന്ന അവസ്ഥയാണ്. വളരെ വേഗതയിൽ വരുന്ന വാഹനം വെള്ളത്തിലൂടെ കടന്നു പോകുമ്പോൾ പുറകിൽ വരുന്ന വാഹനങ്ങളുടെ ഫ്രണ്ട് ഗ്ലാസിലേക്ക് തെറിക്കുന്നതുമൂലം പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുകയും പിറകിലെ വാഹനം വന്നിടിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത്. നിരവധി തവണ നാട്ടുകാർ ദേശീയപാത അധികൃതരോട് വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കാൻ പരാതി പറഞ്ഞെങ്കിലും മുഖവിലക്കെടുത്തിട്ടില്ല. ഇത്തരത്തിലുള്ള അപകടത്തിൽ നിരവധി വാഹനങ്ങൾക്കും നാശനഷ്ടമുണ്ടാവുകയും യാത്രികർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നുണ്ട്. ജൂൺ മാസമാദ്യത്തിൽ ഇവിടെയുണ്ടായ അപകടത്തിൽ തമിഴ്നാട് സ്വദേശി മരണപ്പെട്ടിരുന്നു. ഇന്ന് നടന്ന അപകടത്തിൽ 3 വാഹനങ്ങൾക്കും ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. സംഭവ സമയം സ്ഥലത്തെത്തിയ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബുവിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. അടുത്ത ദിവസം ജില്ലാ കളക്ടർക്ക് പരാതി നൽകുമെന്നും ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞു. 6ാമത്തെ ആക്സിഡന്റ് ആണ് ഇന്ന് ഈ അടുത്ത ദിവസങ്ങളിലായി ഉണ്ടായിട്ടുള്ളത്. ഒരു ആൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അടിയന്തിരമായി ഈ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കാൻ, ഹൈവേയിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കാനുള്ള നടപടി ഹൈവേ അതോറിറ്റി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് യാത്രക്കാരുടെ ജീവന് യാതൊരു സുരക്ഷിതത്വവും ഇല്ലാത്ത രീതിയിൽ ഈ മഴക്കാലമായാൽ ഹൈവേയിലെ ഒരു സാഹചര്യം ഇവിടെ സ്ഥിരമായി കാണുന്നുണ്ട്. അടിയന്തരമായി ഹൈവേ അതോറിറ്റിയും ഇതിന്റെ വേണ്ടപ്പെട്ടവരും നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഇതിനോട് പറയാനുള്ളത്. സമത കുന്നംകുളത്തിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം കുന്നംകുളം ടൗൺ ഹാൾ മിനി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും അവാർഡ് വിതരണവും ചടങ്ങിൽ നടത്തി. ഉന്നത വിദ്യാഭ്യാസവും പുതുതലമുറയും എന്ന വിഷയത്തെ ആസ്പദമാക്കി മണലൂർ MLA പ്രൊഫസർ C. രവീന്ദ്രനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. കുന്നംകുളം MLA AC മൊയ്തീൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കേരള ബാങ്ക് ഡയറക്ടർ M. ബാലാജി, CPM കുന്നംകുളം ഏരിയ സെക്രട്ടറി K. കൊച്ചനിയൻ, കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, കുന്നംകുളം വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, പ്രവാസി സംഘം ഏരിയ സെക്രട്ടറി അബൂബക്കർ മേലയിൽ, UV അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ നിരവധി കുടുംബങ്ങളും വിദ്യാർത്ഥികളും പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും മിമിക്രി കലാകാരൻ കലാഭവൻ ബാദുഷയുടെ മിമിക്രി പ്രോഗ്രാമും ഉണ്ടായി. ഗുരുവായൂർ നഗരസഭ പ്രഥമ വൈസ് ചെയർമാനും രാഷ്ട്രീയ സാംസ്കാരിക മാധ്യമരംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന വീട്ടിക്കിഴി ഗോപാലകൃഷ്ണനെ സ്മാരക ട്രസ്റ്റ് അനുസ്മരിച്ചു. അനുസ്മരണ സമ്മേളനം അഡ്വക്കേറ്റ് VT ബൽറാം MLA ഉദ്ഘാടനം ചെയ്തു. വീട്ടിക്കിഴി ഗോപാലകൃഷ്ണന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരം ദീപിക രാഷ്ട്രദീപിക ചാവക്കാട് ലേഖകൻ KT വിൻസെന്റിനും, പൊതുപ്രവർത്തക പുരസ്കാരം PI സൈമൺ മാസ്റ്റർക്കും, സഹകാരി പുരസ്കാരം എറിയാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PS മുജീബ് റഹ്മാനും സമ്മാനിച്ചു. ഗുരുവായൂർ ദേവസ്വം മുൻ ചെയർമാൻ TV ചന്ദ്രമോഹൻ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ നൽകി. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് ചികിത്സാ സഹായം വിതരണം ചെയ്തു. ട്രസ്റ്റ് പ്രസിഡന്റ് R. രവികുമാർ അധ്യക്ഷനായി. ചാവക്കാട് ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് പ്രസിഡന്റ് CA ഗോപപ്രതാപൻ, അർബൻ ബാങ്ക് ചെയർമാൻ AT സ്റ്റീഫൻ, ഗുരുവായൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട്, വടക്കേക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NMK നബീൽ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, CS സൂരജ്, KPA റഷീദ്, R. ജയകുമാർ, ലിജിത്ത് അരകൻ, ശശി വാർനാട്ട്, നിഖിൽ G. കൃഷ്ണൻ, PV ഗോപാലകൃഷ്ണൻ, ബാലൻ വാർനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലുള്ള വിദ്യാലയങ്ങളിൽ പഠിച്ച് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും മണ്ഡലത്തിലെ സ്ഥിര താമസക്കാരായ മണ്ഡലത്തിന് പുറത്ത് വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുമുള്ള MLA പ്രതിഭാ പുരസ്കാരം ജൂലൈ 4-ന് വിതരണം ചെയ്യുമെന്ന് NK അക്ബർ MLA വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 300-ലധികം വിദ്യാർത്ഥികൾക്കാണ് പുരസ്കാരം നൽകുന്നത്. മണ്ഡലത്തിൽ 100% വിജയം നേടിയ സ്കൂളുകളിലെ പ്രധാന അധ്യാപകരെ ചടങ്ങിൽ ആദരിക്കും. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് ഗുരുവായൂർ നഗരസഭാ ടൗൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ MLA അധ്യക്ഷത വഹിക്കും. മുൻ ചീഫ് സെക്രട്ടറിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ K. ജയകുമാർ IAS,
ഉദ്ഘാടനം ചെയ്യും. ഷാഹുൽ കെ പഴുനാനയുടെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസും ഉണ്ടാകും. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു KK, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജിൽസി ബാബു, സേവിയർ PK, PM താഹിർ, VM മനാഫ്, റസ്ല റഹീം, ഹസൻ തളികശ്ശേരി, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, സാംസ്കാരിക പ്രവർത്തകർ എന്നിവരും പങ്കെടുക്കും. വ്യാജ യൂണിവേഴ്സിറ്റികളിൽ വ്യാജ കോഴ്സുകളിൽ ചേർന്ന് തന്നെ കുറേ കുട്ടികളുടെ പണവും സമയവും ഒക്കെ നഷ്ടപ്പെടുന്നു. അതിനെല്ലാം പരിഹാരം കാണാൻ കഴിയാവുന്ന ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഭാവി തലമുറയെ അവരുടെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഈ പ്രതിഭ പുരസ്കാര ചടങ്ങ് ഉദ്ദേശിക്കുന്നത്. ലോകകപ്പ് ഫുട്ബോൾ ആവേശം വാനോളമുയർത്തി ചാവക്കാട് മുല്ലപ്പുഴയിൽ വീണ്ടും കൂറ്റൻ കട്ടൌട്ടുകൾ. കറുകമാട് കലാസാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിലാണ് ഫുട്ബോൾ ലോകത്തെ വിസ്മയങ്ങളായ ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, നെയ്മർ ജൂനിയർ എന്നിവരുടെ കൂറ്റൻ കട്ടൌട്ടുകൾ 4 മണിക്കാറ്റ് മുല്ലപ്പുഴയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. കായികപ്രേമികളുടെ നെഞ്ചിടിപ്പായ ലയണൽ മെസ്സിയുടെ 30 അടി ഉയരമുള്ള കട്ടൌട്ടാണ് പുഴ മധ്യത്തിൽ ഏറ്റവും ഉയരത്തിൽ തല ഉയർത്തി നിൽക്കുന്നത്. തൊട്ടുപിന്നാലെ 25 അടി ഉയരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും 20 അടി ഉയരത്തിൽ നെയ്മറുടെയും കട്ടൌട്ടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പുഴയിലെ ഓളപ്പരപ്പിൽ വിസ്മയ കാഴ്ചയൊരുക്കുന്ന ഈ കട്ടൌട്ടുകൾ കാണാനും സെൽഫി എടുക്കാനുമായി വൻ ജനത്തിരക്കാണ് പ്രദേശത്ത് അനുഭവപ്പെടുന്നത്. നേരത്തെ 2018 ലോകകപ്പ് വേളയിലും കറുകമാട് കലാസാംസ്കാരിക വേദി മുല്ലപ്പുഴയിൽ ഇത്തരത്തിൽ കട്ടൌട്ടുകൾ സ്ഥാപിച്ച് ശ്രദ്ധ നേടിയിരുന്നു. അന്ന് മാധ്യമങ്ങളിൽ വലിയ വാർത്താ പ്രാധാന്യമാണ് ഈ വേറിട്ട ആവേശം കൈവരിച്ചത്. ഇത്തവണ ഏകദേശം 1 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് കറുകമാട് കൂട്ടായ്മ ഈ കൂറ്റൻ കട്ടൌട്ടുകൾ പുഴയിൽ ഒരുക്കിയിരിക്കുന്നത്. ലോകകപ്പ് മത്സരാവേശം നാടൊട്ടുക്കും പടരുന്ന സാഹചര്യത്തിൽ ചാവക്കാട്ടെ ഈ പുഴക്കാഴ്ച ഫുട്ബോൾ പ്രേമികൾക്ക് ഇരട്ടി മധുരം ഏകുകയാണ്. ടൈമിൽ നമ്മൾ മെസ്സിയുടെ കട്ടൗട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10 അടിയുടെ ആയിട്ടുള്ള ഒരു കട്ടൗട്ട് വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര വൈറലായി. പിന്നെ അതിനോട് സംബന്ധിച്ചൊരു 5-6 കട്ടൗട്ടൊക്കെ വെച്ചിട്ടുണ്ട്. 2022 100 അടി ഫ്ലക്സ് ബ്രസീൽ വെച്ച് 30-10 ഫ്ലക്സ് അർജന്റീന വെച്ച് അങ്ങനെയൊക്കെ ഒരു ആവേശ ഇതിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ 2026 ഞങ്ങളിപ്പോൾ കട്ടൗട്ട് ഒന്നുകൂടി ഹൈറ്റ് കൂട്ടി. ക്രിസ്ത്യാനോയുടെ 25, നെയ്മറിൻ്റെ 20, മെസ്സിയുടെ 30 അങ്ങനെയൊക്കെ ആണ് ഞങ്ങളിവിടെ ആഘോഷിക്കുക തീർക്കുന്നത്. കുന്നംകുളത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നടത്തി. നഗരസഭാതല ഉദ്ഘാടനം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ നിർവഹിച്ചു. കുന്നംകുളം നഗരസഭാ പരിധിയിൽ വരുന്ന താലൂക്ക് ആശുപത്രി, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, വിവിധ അങ്കണവാടികൾ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകൾ എന്നിവയുൾപ്പെടെ കേന്ദ്രങ്ങളിലാണ് കുട്ടികൾക്കായി സൗജന്യമായി പോളിയോ തുള്ളിമരുന്ന് വിതരണം ക്രമീകരിച്ചിരുന്നത്. പൾസ് പോളിയോ പ്രവർത്തനങ്ങൾക്ക് കുന്നംകുളം റോട്ടറി ക്ലബ് പൂർണ്ണ പിന്തുണയും നേതൃത്വവും നൽകി. ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മിഷ സെബാസ്റ്റ്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ സോണി ഷാജി, റോട്ടറി ക്ലബ് പ്രസിഡന്റ് മുകുന്ദൻ, സെക്രട്ടറി മഹി, ഡോക്ടർ ഷാജി ബാലൻ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AV മണികണ്ഠൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷാനിഫ് എന്നിവർ സംസാരിച്ചു. ആശുപത്രിക്ക് കീഴിലുള്ള പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രവർത്തനങ്ങൾക്ക് പബ്ലിക് ഹെൽത്ത് നഴ്സ് ഇൻചാർജ് സീനത്ത്, ആശുപത്രി ജൂനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ എന്നിവർ നേതൃത്വം നൽകി. ആരോഗ്യ പ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും പൊതുജനങ്ങളുടെയും സജീവ പങ്കാളിത്തത്തോടെയാണ് പ്രതിരോധ യജ്ഞം പൂർത്തിയാക്കിയത്. കടവല്ലൂർ കൊരട്ടിക്കര GUP സ്കൂളിൽ നടന്ന സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കുട്ടികൾക്ക് ജനാധിപത്യത്തിന്റെ ബാലപാഠമായി. പൊതു തെരഞ്ഞെടുപ്പിന്റെ മാതൃകയിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പിൽ 92% പോളിംഗ് രേഖപ്പെടുത്തി. ജനാധിപത്യ മൂല്യങ്ങൾ ബാല്യത്തിൽ തന്നെ കുട്ടികളിലേക്ക് പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളിൽ തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചത്. തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പോസ്റ്ററുകളും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും സൗഹൃദപരമായ മത്സരവുമെല്ലാം സ്കൂൾ അങ്കണത്തെ സജീവമാക്കി. വോട്ടെടുപ്പ് ദിനത്തിൽ ഓരോ വോട്ടിന്റെയും പ്രാധാന്യം മനസ്സിലാക്കി വിദ്യാർത്ഥികൾ ബൂത്തിലെത്തി ജനാധിപത്യ അവകാശം വിനിയോഗിച്ചു. CRPF ഭടന്മാരുടെ മാതൃകയിൽ തോക്കേന്തി കുട്ടിപ്പട്ടാളം വൻ സുരക്ഷയൊരുക്കിയതും വേറിട്ട കാഴ്ചയായി. നിഷ്കളങ്കതയ്ക്കൊപ്പം ജനാധിപത്യ ബോധവും കൈകോർത്തപ്പോൾ സ്കൂൾ അങ്കണം ഒരു കൊച്ചു ജനാധിപത്യ ഉത്സവമായി മാറി. രാവിലെ തുടങ്ങിയ വോട്ടെടുപ്പ് ഉച്ചവരെ നീണ്ടു. പ്രധാന അധ്യാപിക PV ജിഷ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു. വൻ ഭൂരിപക്ഷത്തോടെ നിയ നിലോഫർ സ്കൂൾ ലീഡറായും, അഹമ്മദ് സയ്യിദ് ആരോഗ്യമന്ത്രിയായും, സഫ്ര ഫാത്തിമ കലാസാംസ്കാരിക മന്ത്രിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് പ്രത്യേക അസംബ്ലിയിൽ റിട്ടേണിംഗ് ഓഫീസറായ അധ്യാപിക മീനാകുമാരി സത്യവാചകം ചൊല്ലിക്കൊടുത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ ചുമതലയേറ്റു.
വിജയിച്ച പ്രതിനിധികൾ തങ്ങൾക്ക് വോട്ട് നൽകി പിന്തുണച്ച സഹപാഠികൾക്ക് ക്ലാസുകൾ സന്ദർശിച്ച് നന്ദി പറഞ്ഞു. വോട്ടെടുപ്പ് പ്രവർത്തനത്തിന് അധ്യാപകരായ മീനാകുമാരി, KV ധന്യ, CK പ്രീത എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ചൊവ്വല്ലൂർ പടിയിൽ സ്കൂട്ടർ ഇടിച്ച് കാൽനടയാത്രികന് പരിക്കേറ്റു. പാലക്കാട് സ്വദേശി ബാബുവിനാണ് പരിക്കേറ്റത്. രാവിലെ 8:30യോടെയായിരുന്നു അപകടം. പരിക്കേറ്റയാളെ ആക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആർച്ചറിയിൽ ദേശീയ തലത്തിൽ 8ാം സ്ഥാനം നേടി ഗുരുവായൂരിന്റെ അഭിമാന താരമായിരിക്കുകയാണ് 9 വയസ്സുകാരി നിവ മെറിൻ റാഫേൽ. കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും ഉണ്ടെങ്കിൽ ഏത് ലക്ഷ്യവും കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് തെളിയിക്കുകയാണ് ഈ കുരുന്നു താരം. ഗുരുവായൂർ ചൊവ്വല്ലൂർ പടി ചൊവ്വല്ലൂർ വിനു റാഫേൽ ജോഫി ദമ്പതികളുടെ മകളായ നിവ ബ്രഹ്മകുളം സെന്റ് തെരേസസ് ഗേൾസ് ഹൈസ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. 3ാം ക്ലാസ് മുതൽ ആർച്ചറിയിൽ പരിശീലനം ആരംഭിച്ച നിവ ചുരുങ്ങിയ കാലം കൊണ്ടുതന്നെ മികച്ച നേട്ടങ്ങളാണ് സ്വന്തമാക്കിയത്. കഴിഞ്ഞ ദിവസം ഗോവയിൽ നടന്ന ഓൾ ഇന്ത്യ ഇൻഡോർ ആർച്ചറി ടൂർണമെന്റിലാണ് ദേശീയതലത്തിൽ 8ാം സ്ഥാനം കരസ്ഥമാക്കിയത്. ജില്ലാതല ആർച്ചറി മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ നിവ സംസ്ഥാനതല മത്സരത്തിൽ 3ാം സ്ഥാനക്കാരിയാണ്. നേരത്തെ ഖോ കായിക ഇനത്തിലും തന്റെ മികവ് തെളിയിച്ചിട്ടുള്ള നിവ പിതാവ് വിനുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ആർച്ചറിയിലേക്ക് ചുവടുമാറ്റുന്നത്. പരിശീലനത്തിന്റെ ആദ്യ മാസം തന്നെ ആർച്ചറിയോട് വലിയൊരു ഇഷ്ടം തോന്നിയെന്നും അത് പിന്നീട് ഈ മേഖലയിൽ തന്നെ തുടരാനുള്ള തീരുമാനമായി മാറുകയായിരുന്നുവെന്നും നിവ പറഞ്ഞു. ഫസ്റ്റ് പോയത് ജില്ല തൃശ്ശൂരില്, അതിലെനിക്ക് ഫസ്റ്റ് കിട്ടി. സെക്കൻഡ് പോയത് എറണാകുളം സ്റ്റേറ്റ്, അതിലെനിക്ക് തേർഡും കിട്ടി. പിന്നെ ആന്ധ്രയിൽ പോയി, അത് ആണെങ്കിൽ ഒരു റൗണ്ട് മിസ്സായി, അപ്പോ അതില് കിട്ടിയില്ല. പിന്നെ ലാസ്റ്റ് ഓൾ ഇന്ത്യ ലെവൽ ഗോവയിൽ പോയിട്ട് എനിക്ക് 8th റാങ്ക് കിട്ടി. ഇനി വേറെ മത്സരം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇനി വേറെ ബോ എടുക്കണ്ട, റീകർവ്, കോമ്പൗണ്ട്, അങ്ങനത്തെ കുറെ തരം ബോ ഉണ്ട്. അതിലിപ്പോ ഞാൻ ചെയ്യുന്നത് ഇന്ത്യനാ. ഇത് കഴിഞ്ഞിട്ട് റീകർവ് എടുക്കും. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിലെ ആർച്ചറി അക്കാദമിയിൽ നിന്നാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ആന്ധ്രയിൽ നടന്ന ദേശീയ മത്സരത്തിൽ യാത്രാ തടസ്സം മൂലം ഒരു റൗണ്ട് നഷ്ടമായത് 1ാം സ്ഥാനം കൈവിടാൻ കാരണമായെങ്കിലും ആ നിരാശയെ മറികടന്നാണ് ഗോവയിലെ മികച്ച നേട്ടം നിവ സ്വന്തമാക്കിയത്. നിവയുടെ ഈ നേട്ടത്തെ അഭിനന്ദിക്കാൻ വാർഡ് കൌൺസിലർ ജലീൽ പണിക്ക് വീട്ടിൽ നേരിട്ടെത്തി. എന്നാൽ ഈ കായിക താരത്തിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി പരിശീലന സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണ്. സ്കൂൾ തലത്തിലോ സർക്കാർ തലത്തിലോ ആർച്ചറി പരിശീലനത്തിന് അർഹമായ അവസരങ്ങളോ പ്രോത്സാഹനങ്ങളോ ലഭിക്കുന്നില്ലെന്ന പരാതിയാണ് ഇവർക്കുള്ളത്. എങ്കിലും പ്രതിസന്ധികളെ തളരാതെ നേരിടുന്ന നിവ മേഘാലയയിൽ നടക്കാനിരിക്കുന്ന അടുത്ത ചാമ്പ്യൻഷിപ്പിനായുള്ള തീവ്ര പരിശീലനത്തിലാണ്. മികച്ച പരിശീലന സൗകര്യങ്ങൾ ലഭിച്ചാൽ ആർച്ചറിയിൽ ഇന്ത്യയുടെ ഭാവി വാഗ്ദാനമായി മാറാൻ ഈ കുരുന്നിന് സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് നാട്ടുകാരും വീട്ടുകാരും. മാസങ്ങളായി തകർന്നു കിടക്കുന്ന പട്ടിത്തടം മങ്ങാട് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് BJP കാട്ടകമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളിവണ്ടിയും കളിവഞ്ചിയും ഇറക്കി പ്രതിഷേധം സംഘടിപ്പിച്ചു. BJP കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MN സുനീഷ് അധ്യക്ഷത വഹിച്ചു. മുൻ മെമ്പർ പ്രദീപ് കുന്നത്ത് ആമുഖ പ്രഭാഷണം നടത്തി. ഭാരവാഹികളായ അരുൺ ഗഗനൻ, MV സുമിത, PK സാജു തുടങ്ങിയവർ നേതൃത്വം നൽകി. കാരണം അത് ഒരു 1-2 ദിവസം കൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞ റോഡല്ല. മാസങ്ങളായിട്ട് ഈ റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. നമുക്ക് അറിയാൻ സാധിക്കും, കഴിഞ്ഞ തവണ പഞ്ചായത്ത് കാട്ടമ്പ പഞ്ചായത്ത് ഭരിച്ചതും ഓർക്കുളം പഞ്ചായത്ത് ഭരിച്ചതും CPM ആയിരുന്നു. രണ്ടു കൂട്ടർക്കും അത് കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമായിരുന്നു. MLA ആണെങ്കിലും അവരുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ ഇത് യാതൊരു കാരണവശാലും ഇത് നന്നാക്കില്ല എന്നുള്ള തീരുമാനമായിരുന്നു CPM-ൻ്റേത്. ഇപ്പോൾ ഭരണം മാറി വന്നു, 6 മാസം കഴിഞ്ഞു. 2 പഞ്ചായത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 2 പഞ്ചായത്ത് ഇപ്പോൾ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. ഈ 2 പഞ്ചായത്തും ഇതിനു വേണ്ടിയിട്ടൊരു യാതൊരു മുൻകൈ എടുക്കുന്നില്ലെന്ന് വളരെ ദുഷ്കരമാണ്. രാത്രി കാലങ്ങളിൽ പോലും നിരവധി പേരുകൾ സഞ്ചരിക്കുന്ന ഈ റോഡ് ഇങ്ങനെ തകർന്നു കിടക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. ജനങ്ങളെ വളരെയധികം ദ്രോഹിക്കുകയാണ്. ഇതിനെതിരെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്നിങ്ങനൊരു സൂചന സമരം നടത്തുന്നത്. പഞ്ചായത്ത് ഭരണസമിതി ഉൾപ്പെടെ തടയാനും അതിനെതിരെ ശക്തമായി പൊരുതാനും ഭാരതീയ ജനതാ പാർട്ടി മുന്നിട്ടിറങ്ങും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചോവനൂർ സെന്റ് തോമസ് കത്തോലിക്ക ദേവാലയത്തിൽ ദുക്രാന തിരുനാളിന് കൊടിയേറി. പള്ളി വികാരി ഫാദർ ബൈജു കാഞ്ഞിരത്തിങ്കൽ കൊടിയേറ്റം നിർവഹിച്ചു. ഫാദർ സ്റ്റീഫൻ അറക്കൽ, കൈക്കാരന്മാരായ ടാബു ചെറുവത്തൂർ, ജോജി പേരാമംഗലത്ത്, ജോസ് താണിക്കൽ എന്നിവർ നേതൃത്വം നൽകി. തിരുനാൾ ദിനമായ ജൂലൈ 3 രാവിലെ 6:30 വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന,
കൂട് തുറക്കൽ, വള വെഞ്ചിരിപ്പ് എന്നിവ ഉണ്ടാകും. രാവിലെ 10-ന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ തോമസ് ചൂണ്ടൽ മുഖ്യ കാർമ്മികനാകും. ഫാദർ ജോജോ എടത്തിരുത്തി തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് ഭക്തി നിർഭരമായ പ്രദക്ഷിണവും ഉണ്ടാകും. രാത്രി 8:30-ന് വള പ്രദക്ഷിണങ്ങൾ പള്ളിയിലെത്തി സമാപിക്കും. ജൂലൈ 12 ഞായറാഴ്ച തിരുനാൾ 8-ാമിടം നടക്കും. രാത്രിയുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന നിശാഗന്ധി പൂക്കൾ ഒരേ ചെടിയിൽ 3 എണ്ണം ഒന്നിച്ചു വിരിഞ്ഞത് കൗതുകമാകുന്നു. അറക്കൽ പുതുവീട്ടിൽ ഷാഹുലിന്റെ വീട്ടിലാണ് ഈ കാഴ്ച. ശനിയാഴ്ച വൈകുന്നേരത്തോടെയാണ് ചെടിയിലെ 3 മുട്ടുകളും ഒരുമിച്ച് വിരിയാൻ തുടങ്ങിയത്. രാത്രി 8:30-യോടെ വീട്ടുമുറ്റത്തെ ഒറ്റ നിശാഗന്ധി ചെടിയിലെ 3 പൂക്കൾ ഒരുമിച്ച് വിടരുകയും പൂർണ്ണ വളർച്ചയിലെത്തിയ പൂക്കൾ പരിസരമാകെ സുഗന്ധം പരത്തുകയും ചെയ്തു. സമീപ വീട്ടുകാർ സൗജന്യമായി നൽകിയ നിശാഗന്ധി ചെടി നട്ടിട്ട് വർഷങ്ങളായി. ആദ്യമായാണ് ഒറ്റച്ചെടിയിൽ 3 പൂക്കൾ ഒരുമിച്ച് വിരിയുന്നത്. ബ്രഹ്മകമലം എന്നും അറിയപ്പെടുന്ന നിശാഗന്ധി വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് പുഷ്പിക്കുക. അതും രാത്രിയിൽ മാത്രം വിരിയുന്ന പൂവാണ്. സൂര്യോദയത്തോടെ വാടിപ്പോകുന്ന ഈ പൂവ് ഭാഗ്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായാണ് പലരും കാണുന്നത്. വിരിഞ്ഞ പൂക്കൾ കാണാൻ അയൽവാസികളും ബന്ധുക്കളുമടക്കം നിരവധി പേരാണ് എത്തിയത്. കേച്ചേരി സ്നേഹഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കേച്ചേരി കിരണം കണ്ണാശുപത്രിയുമായി സഹകരിച്ച് സ്നേഹഭവൻ ട്രസ്റ്റ് ഓഫീസിൽ നടന്ന നേത്ര പരിശോധനാ ക്യാമ്പിൽ വയോജനങ്ങൾ, സ്നേഹഭവൻ പാലിയേറ്റീവ് കെയറിന്റെ പരിചരണം നൽകുന്നവർ തുടങ്ങിയവരാണ് പ്രധാനമായും പങ്കെടുത്തത്. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടന്ന ക്യാമ്പിൽ 200ഓളം പേർ നേത്ര പരിശോധനയ്ക്കായി എത്തി. ഡോക്ടർ അർച്ചന പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചവർക്ക് സൗജന്യമായി മരുന്നുകൾ വിതരണം ചെയ്തു. കിരണം കണ്ണാശുപത്രി PRO KV ജിനേഷ്, സ്നേഹഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികളായ P മാധവൻ, ജീസൺ ചൂണ്ടൽ, KM ഹംസ, MM ഷംസുദ്ദീൻ, CU ആലിസ് ടീച്ചർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. CBSE മലയാള പാഠപുസ്തകത്തിൽ കടവല്ലൂർ സ്വദേശിനിയുടെ ചെറുകഥ ഇടം നേടി. CBSE 4ാം ക്ലാസ് മലയാള പാഠപുസ്തകമായ മധുരം മലയാളത്തിലാണ് സാഹിത്യകാരി PC തങ്കയുടെ വയലും വീടും എന്ന രചന ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രകൃതിയോടും മണ്ണിനോടും കൃഷിയോടുമുള്ള സ്നേഹവും ആദരവും കുട്ടികളിൽ വളർത്തുന്ന പാഠമായാണ് ഇത് ശ്രദ്ധ നേടുന്നത്. കടവല്ലൂർ സ്വദേശിനിയായ PC തങ്ക അധ്യാപികയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലുമായിരുന്ന ശേഷം സാഹിത്യരംഗത്ത് സജീവമാണ്. മായാത്ത ഓർമ്മകൾ, തങ്കച്ചിയും മട്ടൺ ചോപ്സും, ഒരു പിടി കവിതകൾ എന്നിവയാണ് പ്രധാന കൃതികൾ. അടുത്തിടെ തെളിനീർ ട്രസ്റ്റിന്റെ വാഗ്മയം 2026 സംസ്ഥാന സാഹിത്യ രചനാ ക്യാമ്പിൽ മികച്ച കഥയ്ക്കുള്ള പുരസ്കാരവും മായാത്ത ഓർമ്മകൾ എന്ന കഥാസമാഹാരത്തിന് ചങ്ങമ്പുഴ കഥാ പുരസ്കാരവും PC തങ്കയെ തേടിയെത്തിയിരുന്നു. ഗുരുവായൂർ മുല്ലത്തറ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സമാദരണ സദസ്സ് സംഘടിപ്പിച്ചു. SSLC+2 പരീക്ഷകളിലും അബാക്കസ് ദേശീയ സംസ്ഥാന തലത്തിലും റാങ്കുകൾ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും നേത്ര ശസ്ത്രക്രിയാ രംഗത്ത് 1000 ശസ്ത്രക്രിയകൾ നടത്തിയ ഡോക്ടർ AC രഘു, UK-യിലെ ഈസ്റ്റ് ഫിൻജില പ്രാദേശിക കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അജിത ദാസ് M മേനോൻ, മുഖ്യമന്ത്രിയുടെ റിസർച്ച് സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ K ശ്രീലക്ഷ്മി എന്നിവരെയാണ് ഉപഹാരം നൽകി അനുമോദിച്ചത്. നഗരസഭാ കൗൺസിലർ VS നവനീത് ഉദ്ഘാടനം ചെയ്തു. MRI പ്രസിഡന്റ് ശ്രുതി വിനോദ് അധ്യക്ഷത വഹിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഗുരുവായൂർ ടെമ്പിൾ സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ K സാജൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. കൗൺസിലർമാരായ സുഷ ബാബു, AV ഉണ്ണികൃഷ്ണൻ, അസോസിയേഷൻ ഭാരവാഹികളായ R രവികുമാർ, KK ഗോവിന്ദദാസ്, M ശശികുമാർ, ബബിത ശ്രീനിവാസൻ, K വത്സലൻ എന്നിവർ സംസാരിച്ചു. വിരളമായ തെക്കുകിഴക്കൻ ഏഷ്യൻ സ്വദേശിയായ ഡുക്കോങ് പഴങ്ങൾ പെരുമ്പിലാവിൽ സമൃദ്ധമായി വിളഞ്ഞു. പ്രവാസി ബിസിനസ്സുകാരനായ ഫാൽക്കൺ മൊയ്തുണ്ണിയുടെ വീട്ടുവളപ്പിലാണ് ഈ വിദേശപ്പഴം കായ്ച്ചിരിക്കുന്നത്. ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലൻഡ്, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന പഴമാണ് ഡുക്കോങ്. ലൻസിയം ഡൊമസ്റ്റിക്കം കുടുംബത്തിൽപ്പെട്ട ഡുക്കോങ് പഴങ്ങൾ കേരളത്തിലെ വിപണിയിൽ എത്തിത്തുടങ്ങുന്നതേയുള്ളൂ. തായ്തടിയിലും പ്രധാന ശാഖകളിലും കൂട്ടമായാണ് ഡുക്കോങ് ഉണ്ടാകുന്നത്. നേർത്ത തവിട്ട് നിറത്തിലുള്ള തോലിനുള്ളിൽ 5-6 അല്ലികളുള്ള സുതാര്യമായ ചുളകളാണുള്ളത്. ഡുക്കോങ് ഉൾപ്പെടെ 70ഓളം വ്യത്യസ്ത വിദേശ പഴവർഗ്ഗങ്ങളാണ് മൊയ്തുണ്ണി തന്റെ തോട്ടത്തിൽ വളർത്തുന്നത്. തൊടികളിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളിലൂടെ മൊയ്തുണ്ണി സദാ ഇവ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ശാസ്ത്രീയമായ പരിചരണത്തിന് നേതൃത്വം നൽകാൻ മുഹമ്മദുണ്ണിയുടെ മാനേജർ റസാഖും ഒപ്പമുണ്ട്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ IMA കുന്നംകുളം ശാഖയും മാധ്യമപ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള
സീനിയർ എഡിറ്റേഴ്സ് ഫോറവും ചേർന്ന് അത്യാഹിത ഘട്ടങ്ങളിലെ ജീവൻ രക്ഷാപ്രവർത്തന പരിശീലന പരിപാടിക്ക് തുടക്കമായി. IMA ഹാളിൽ 150ഓളം പേർ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യഘട്ട പരിശീലനത്തിൽ പങ്കെടുത്തു. നഗരസഭാ സെക്രട്ടറി KK മനോജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. IMA യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ താജ്പോൾ പനക്കൽ അധ്യക്ഷനായി. ഡോക്ടർ ജോഷി തോമസ്, TI വിക്ടർ, C ഗിരീഷ് കുമാർ, CB രാജീവ്, അനീറ C ബിനു, PP സുനിൽ, M വിജേഷ്, ഡോക്ടർ ധന്യ ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. നഗരസഭാ ഉപാധ്യക്ഷൻ PG ജയപ്രകാശ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. M ബിജുപാൽ, ജയപ്രകാശ് ഇലവന്ത്ര, ഡോക്ടർ ലിൻഡോ ആന്റണി എന്നിവർ നേതൃത്വം നൽകി. മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിലെ അനസ്തീഷിയോളജി വിഭാഗം മേധാവി ഡോക്ടർ അജിത് T ജീവൻ രക്ഷാ മാർഗങ്ങളെക്കുറിച്ച് വർക്ക്ഷോപ്പ് നടത്തി. മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പാറന്നൂർ ചിറ പരിസരത്ത് വ്യായാമം ചെയ്യുന്നവരുടെ കൂട്ടായ്മയായ ഹാപ്പി ഫീറ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ പുസ്തക വായന സംഘടിപ്പിച്ചു. പാറന്നൂർ ജനകീയ വായനശാലയുടെ ഭാഗമായുള്ള ഓപ്പൺ ലൈബ്രറി ചിറ പരിസരത്തായാണ് പ്രഭാത പുസ്തക വായന സംഘടിപ്പിച്ചത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനുരാഗത്തിന്റെ ദിനങ്ങൾ എന്ന കൃതി റെനിൽ എയ്യാൽ വായന നടത്തി. വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചടങ്ങ് കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വത്സൻ പാറന്നൂർ ഉദ്ഘാടനം ചെയ്തു. MV ശ്രുതി മോഡറേറ്ററായി സലിം, ശരവണൻ, സൗദ ഹക്കീം, ധർമ്മരാജൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ഞാനൊരു പ്രസംഗം കേട്ടു. എഴുത്തച്ഛനും കേരള കാളിദാസനും വള്ളത്തോൾ, ഉള്ളൂർ, ആശാൻ മുതലായവരെയും ചീത്ത പറഞ്ഞു. അതൊക്കെ എന്തിനു പറയുന്നു? എനിക്കറിഞ്ഞുകൂടാ. ഒരുപക്ഷെ നിങ്ങൾ അവരെ എല്ലാം ദേവന്മാരാക്കുന്നത് കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ അവതാരങ്ങൾ. അവർ ദേവന്മാരല്ല, അവതാരങ്ങളുമല്ല. നമ്മെ പോലെ വെറും മനുഷ്യരാണ്. തുടർച്ചയായ പെട്രോൾ, ഡീസൽ, പാചകവാതക വില വർധനയ്ക്കെതിരെ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ STU ഗുരുവായൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് RP ബഷീർ ഉദ്ഘാടനം ചെയ്തു. STU ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് VP മൻസൂർ അലി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മത്സ്യത്തൊഴിലാളി യൂണിയൻ ദേശീയ സെക്രട്ടറി PA ഷാഹുൽ ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി PV ഉമ്മർകുഞ്ഞി, മത്സ്യത്തൊഴിലാളി യൂണിയൻ STU സംസ്ഥാന സെക്രട്ടറി ഹംസക്കുട്ടി മന്നലാങ്കുന്ന്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK മൊയ്തുണ്ണി, യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PA നസീർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷഹർബാനു തുടങ്ങിയവർ സംസാരിച്ചു. ഖുർആൻ മുഴുവൻ മനഃപ്പാടമാക്കിയ പെഞ്ഞാമുക്ക് കരിച്ചാൽ കടവ് ഹിദായത്തുൽ ഇസ്ലാം മദ്രസ 9ാം ക്ലാസ് വിദ്യാർത്ഥിയും നാലകത്ത് കുറ്റിക്കാട്ട് വീട്ടിൽ സത്താർ ഹുസൈൻ, ചാപ്പാളിയിൽ വീട്ടിൽ ഷബ്ന സത്താർ ഹുസൈൻ ദമ്പതികളുടെ മകനുമായ മുഹമ്മദ് സാലിഹിനെ കരിച്ചാൽ മഹല്ല് ജമാഅത്ത് പള്ളി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. അലി അക്ബർ സഖാഫി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പള്ളി കമ്മിറ്റി പ്രസിഡന്റ് ഒമർ തെക്കേതലക്കൽ ഷാൾ അണിയിച്ചു. മുൻ കമ്മിറ്റി സെക്രട്ടറി മുഹമ്മദ് കുട്ടി മൊമന്റോ നൽകി. കമ്മിറ്റി സെക്രട്ടറി റഹീം കരിച്ചാൽ, അൻവർ മുലോടിയിൽ, ഫൈസൽ ഉസ്താദ്, ആഷിഖ് ഉസ്താദ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യൻ നരവംശാസ്ത്രത്തിനും കേരള പഠനങ്ങൾക്കും നൽകിയ സംഭാവനകൾ, അന്താരാഷ്ട്ര അംഗീകാരം എന്നിവയെല്ലാം പരിഗണിച്ച് ഡോക്ടർ A അയ്യപ്പന് പത്മ പുരസ്കാരം നൽകണമെന്ന് കേരള ഹൈക്കോടതി സീനിയർ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് TS മായാദാസ് ആവശ്യപ്പെട്ടു. മദ്രാസ് മ്യൂസിയം ക്യൂറേറ്റർ, ഉത്കൽ സർവകലാശാല നരവംശാസ്ത്ര വിഭാഗം മേധാവി, ഇന്ത്യയിലെ നരവംശാസ്ത്രത്തിന്റെ പിതാക്കന്മാരിൽ ഒരാൾ എന്നിങ്ങനെ നിരവധി പദവികൾ വഹിച്ചിട്ടുള്ള മരുതയൂർ സ്വദേശിയായ ഡോക്ടർ A അയ്യപ്പന് മരണാനന്തര ബഹുമതിയായി പത്മ പുരസ്കാരം ലഭിക്കുന്നതിനുവേണ്ടി പരിശ്രമിക്കുമെന്നും ഡോക്ടർ A അയ്യപ്പന്റെ 38ാം ചരമവാർഷിക ദിനത്തിൽ ഡോക്ടർ A അയ്യപ്പൻ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ അഡ്വക്കേറ്റ് TS മായാദാസ് പറഞ്ഞു. ഫൗണ്ടേഷൻ ഭാരവാഹികളായ അഡ്വക്കേറ്റ് സുജിത്ത് ഐനിപ്പുള്ളി, റാഫി നീലങ്കാവിൽ, പ്രശാന്ത് മാധവൻ എന്നിവർ നേതൃത്വം നൽകി. ഗവൺമെന്റ് പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ മരണാനന്തര ബഹുമതിയായി ഡോക്ടർ A അയ്യപ്പനെ പരിഗണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നാട്ടിലെ ഒരുപാട് മാസ്റ്റർമാർ, ഒരുപാട് എഴുത്തുകാരും ചിന്തകരുമെല്ലാം ഡോക്ടർ A അയ്യപ്പന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പുറത്തേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഈ നരവംശ ശാസ്ത്രജ്ഞൻ എന്ന് അറിയപ്പെടുന്ന ആന്ത്രപ്പോളജിസ്റ്റ് എന്ന് അറിയപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രത്യേകത. കമ്പ്യൂട്ടർ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ പോലും കയ്യെഴുത്തായി ഉണ്ടാക്കി ഈ ഗ്രാമത്തിന്റെ ഒരു ഫീൽഡ് പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തിയാണ് ഡോക്ടർ അയ്യപ്പൻ. ഗോത്രവർഗക്കാരുടെയും നായാടി ഉൾപ്പെടെയുള്ള ആളുകളുടെയും എല്ലാം ഒരു ചരിത്രം, ഈ ഗ്രാമത്തിന്റെ തന്നെ ചരിത്രം, സമഗ്രമായ ഒരു ചരിത്രം. അതിൽ ആധ്യാത്മികതയുണ്ട്, ഭൗതികതയുണ്ട്, ജീവിത സാഹചര്യങ്ങളുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് ഇഴചേർന്ന് കിടക്കുന്ന മരുതിയുടെ ചരിത്രം ഉണ്ടാക്കിയ ഡോക്ടർ A അയ്യപ്പന്
നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും പ്രഗത്ഭനും പ്രശസ്തനുമായ നരവംശാസ്ത്രജ്ഞനായ ഡോക്ടർ അയ്യപ്പന് മരണാനന്തര ബഹുമതിയായെങ്കിലും പത്മ പുരസ്കാരം നൽകാൻ കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കണമെന്നും തൃശ്ശൂരിന്റെ MP ആയ കേന്ദ്ര സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി തന്നെ മുൻകൈ എടുക്കുകയും ഈ പത്മ പുരസ്കാരത്തിന് വേണ്ടി അദ്ദേഹത്തെ ശുപാർശ ചെയ്യുകയും ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കളരി ആചാര്യനും കളരി മർമ്മ ചികിത്സാ വിദഗ്ധനുമായിരുന്ന CT ലോനപ്പൻ ഗുരുക്കളെ സ്മാരക ട്രസ്റ്റ് അനുസ്മരിച്ചു. ഗുരുവായൂർ നഗരസഭ മൃഗാശുപത്രി ഹാളിൽ നടന്ന അനുസ്മരണ സദസ്സ് നഗരസഭാ വൈസ് ചെയർമാൻ KK ജ്യോതിരാജ് ഉദ്ഘാടനം ചെയ്തു. സ്മാരക ട്രസ്റ്റ് ചെയർമാൻ KP ഉദയൻ അധ്യക്ഷത വഹിച്ചു. യോഗാധ്യാപിക മീന രഘുനാഥ്, വല്ലഭട്ട കളരി ഗുരുക്കൾ KP കൃഷ്ണദാസ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കിയ ഷിമീർ ഗുരുക്കൾ എന്നിവരെ ആദരിച്ചു. നഗരസഭ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട്, കൗൺസിലർ ശോഭ ഹരിനാരായണൻ, ട്രസ്റ്റ് അംഗങ്ങളായ PR ഡെന്നി, രാജേന്ദ്രൻ കണ്ണത്ത്, K വാസുദേവൻ നമ്പൂതിരി, PJ ആന്റോ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിക്ക് കീഴിലുള്ള 19ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പുരസ്കാരവും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. കൂനമുച്ചി ഇടവക ദേവാലയത്തിന് മുൻവശത്തായി സജ്ജമാക്കിയ വേദിയിൽ നടന്ന ചടങ്ങ് യൂത്ത് കോൺഗ്രസ് മുൻ ദേശീയ സെക്രട്ടറി PN വൈശാഖ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് P ബാലചന്ദ്രൻ അധ്യക്ഷനായി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം അനീഷ് ആന്റണി ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ലീല രാമകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി വിദ്യാഭ്യാസ പുരസ്കാര വിതരണം നടത്തി. ചൂണ്ടൽ മണ്ഡലം മുൻ പ്രസിഡന്റ് RM ബഷീർ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആന്റോ പോൾ, കോൺഗ്രസ് വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് നെൽസൺ തോമസ്, സെക്രട്ടറി PP അനൂപ് എന്നിവർ സംസാരിച്ചു. മോട്ടിവേഷൻ സ്പീക്കർ പ്രവീൺ ചെറിയത്ത് നയിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തെക്കുറിച്ചും കരിയർ ഗൈഡൻസിനെ കുറിച്ചുമുള്ള ക്ലാസും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. പൈനിത്തടം പാസ്ക് വായനശാല വനിതാവേദിയുടെ നേതൃത്വത്തിൽ മേഖലയിൽ വർദ്ധിച്ചുവരുന്ന പാമ്പ് ശല്യത്തിനെതിരെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വായനശാല ഹാളിൽ നടന്ന ബോധവൽക്കരണ പരിപാടി കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK സുദീപ ഉദ്ഘാടനം ചെയ്തു. വനിതാവേദി പ്രസിഡന്റ് സതി സോമൻ അധ്യക്ഷയായി. ആഷ്റഫ് പഴവൂർ ക്ലാസിന് നേതൃത്വം നൽകി. കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് T രാജഗോപാലൻ മാസ്റ്റർ, കണ്ടാണശ്ശേരി പഞ്ചായത്ത് കുടുംബശ്രീ CDS ചെയർപേഴ്സൺ വിജിത മജ്നു, വായനശാല പ്രസിഡന്റ് TV സുഗതൻ, വനിതാവേദി ഭാരവാഹികളായ സരിത, സുശീല, ജയരാജൻ എന്നിവർ സംസാരിച്ചു. കടങ്ങോട് പള്ളിമേപ്പുറം തലേങ്ങാട്ടിരി ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ ബുദ്ധിശക്തിയും ചിന്താശേഷിയും ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ എഡ്യു കോൺവോക്ക് സംഘടിപ്പിച്ചു. 1,25,000 അക്ഷരങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. ഈ ഖുർആൻ ആദ്യമായി തുടങ്ങുന്നത് വായനയെ, ബുദ്ധിവികാസത്തിന്, ബുദ്ധിയെ സ്വാംശീകരിച്ചെടുക്കാൻ പറ്റുന്ന പരിശുദ്ധമായ വചനം കൊണ്ടാണ്. ജബ്രഈൽ എന്ന മാലാഖ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യമായി വായിച്ചോതി കൊടുത്തത്. മഹല്ല് മുദ്രിസ് ഉസ്താദ് സൗദീൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് PK സലിം ഹാജി അധ്യക്ഷനായി. വേൾഡ് ഐക്യുമെൻ ഗിന്നസ് അജി ആർ സൗജന്യ IQ ക്ലാസിന് നേതൃത്വം നൽകി. ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം പത്മശ്രീ IM വിജയനെ ചടങ്ങിൽ ആദരിച്ചു. ഭൗതിക മതവിദ്യാഭ്യാസ പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച ലഹരി വിരുദ്ധ പ്രതിജ്ഞ നടന്നു. MH നൌഷാദ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മഹല്ല് സെക്രട്ടറി ഇസ്മയിൽ മാളിയേക്കൽ, ട്രഷറർ VS ഹനീഫ ഹാജി വെള്ളിയാട്ടിൽ, നെക്സോസ് ഹൈപ്പർ മാർക്കറ്റ് മാനേജിംഗ് ഡയറക്ടർ ഹിറാസ്, IQ എഡ്യൂക്കേഷൻ ചെയർമാൻ അബു താഹിർ തുടങ്ങിയവർ സംസാരിച്ചു. പള്ളിയിൽ 25 വർഷമായി മുഅദ്ദിനായി സേവനം ചെയ്യുന്ന സെയ്ദ് മുഹമ്മദ് മുസ്ലിയാരെ ചടങ്ങിൽ ആദരിച്ചു. PB മുഹമ്മദ് റിഹാൻ ഖിറായത്ത് അവതരിപ്പിച്ചു. ആക്സ് ഗുരുവായൂർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ചെമ്മണ്ണൂരിൽ പുതിയ യൂണിറ്റ് രൂപീകരിച്ചു. യൂണിറ്റ് രൂപീകരണ യോഗം കുന്നംകുളം നഗരസഭാ കൗൺസിലർ OG ബാജി ഉദ്ഘാടനം ചെയ്തു. ആക്സ് പ്രസിഡന്റ് KPA റഷീദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പ്രസാദ് പട്ടണത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ആർത്താറ്റ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് CR സുനിൽ, മുൻ കൗൺസിലർ AS ഷീജ, KO ഫ്രാൻസിസ്, മനോഹരൻ പൊന്നരാശ്ശേരി, സജീവ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് ഭാരവാഹികളായി മനോഹരൻ പൊന്നരാശ്ശേരി പ്രസിഡന്റ്, സജീവ് മാസ്റ്റർ സെക്രട്ടറി, KP സതീഷ് കുമാർ ട്രഷറർ, CG കാർത്തികേയൻ ബ്രാഞ്ച് പ്രതിനിധി, OG ബാജി വൈസ് പ്രസിഡന്റ്, AS ഷീജ ജോയിന്റ് സെക്രട്ടറി, CR ഉണ്ണികൃഷ്ണൻ, VM സുനിൽ, രാജേഷ് എന്നിവരെ കമ്മിറ്റി അംഗങ്ങളായും തെരഞ്ഞെടുത്തു.
വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മന്ദലാംകുന്ന് ശാഖയുടെ നേതൃത്വത്തിൽ 2 മാസത്തിലൊരിക്കൽ നടത്തുന്ന വിസ്ഡം ഡേ നടത്തി. മന്ദലാംകുന്ന് അൽ ഹിക്മ മദ്രസയിൽ നടത്തിയ പരിപാടി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് KM ഹൈദർ അലി ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് ഹംസക്കുട്ടി മന്ദലാംകുന്ന് അധ്യക്ഷത വഹിച്ചു. കുറിപ്പ് അവതരണം മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ഉസ്മാൻ ബദർപ്പള്ളി നിർവഹിച്ചു. തുടർന്ന് ഹാരിസ് ബിൻ സലീമിന്റെ വീഡിയോ പ്രദർശനവും ഉണ്ടായി. തുടർന്ന് നടന്ന ചർച്ചയിൽ അയൽക്കൂട്ടം QHLSCRE വനിതാ വിജ്ഞാനവേദി ഗേൾസ് ഗാദറിംഗ് എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളുമുണ്ടായി. ശാഖാ സെക്രട്ടറി PP ഫൈസൽ സ്വാഗതവും മണ്ഡലം പ്രസിഡന്റ് PM ബാദുഷ നന്ദിയും പറഞ്ഞു. ചർമ്മം കാട്ടകമ്പൽ സ്രായിൽ തലേക്കര പ്രഭാകരൻ നിര്യാതനായി 85 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. തങ്കമ്മ ഭാര്യയും രാജി സുരേന്ദ്രൻ മകളുമാണ്. പെരുമ്പിലാവ് പട്ടാമ്പി റോഡ് മദ്രസയ്ക്ക് സമീപം ചെറുടങ്ങയിൽ പരേതനായ മാമു മകൻ കുഞ്ഞു മുഹമ്മദ് നിര്യാതനായി 65 വയസ്സായിരുന്നു. ഖബറടക്കം പരുവക്കുന്ന് പള്ളി ഖബർസ്ഥാനിൽ നടത്തി. ആമിനു ഭാര്യയും സമീന, മിഷാൽ, ഷാഹിറ, ഫാദൽ എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേബിൾ ടിവിയും ബ്രോഡ്ബാൻഡും ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത സംവിധാനമാക്കി മാറ്റുന്നതിൽ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാർ ചെറുതല്ലാത്ത സേവനമാണ് രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PP സുരേഷ്. 15ഓളം കേബിൾ TV ഓപ്പറേറ്റർമാരുടെ നേതൃത്വത്തിൽ വടക്കേക്കാട് ആരംഭിച്ച വെല്ലോസ് മീഡിയയുടെ ഉദ്ഘാടനം PP സുരേഷ് നിർവഹിച്ചു. പിതാവ് വാഹനാപകടത്തിൽ മരിച്ചതിന് പിന്നാലെ 2 ദിവസത്തിനുള്ളിൽ 18 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞു മരിച്ചു. വെള്ളറക്കാട് പൊയിലി റോഡിൽ തറമേൽ ഞാലിൽ വീട്ടിൽ സുധീഷ് അനുരാധ ദമ്പതികളുടെ മകളെയാണ് ഉറക്കത്തിൽ മരിച്ച നിലയിൽ കണ്ടത്. മന്ദലാംകുന്ന് ദേശീയപാത 66 ആറുവരിപ്പാതയിൽ അപകടം പതിവാകുന്നു. ശക്തമായ മഴയിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ടാണ് അപകടത്തിന് കാരണം. പരാതി നൽകിയിട്ടും നടപടിയെടുക്കുന്നില്ലെന്ന് നാട്ടുകാർ. കുന്നംകുളം നഗരമധ്യത്തിൽ ശനിയാഴ്ച രാത്രിയിലുണ്ടായ വാഹനാപകടത്തിൽ 3 വയസ്സുകാരൻ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. പഴഞ്ഞി പെരുന്തുരുത്തി സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ചരമവാർഷികാചരണം. കുന്നംകുളം സൗത്ത് ബസാർ വടക്കേതലയ്ക്കൽ മോഹൻ ചെറിയുടെ 17ാം ചരമവാർഷികം ആചരിച്ചു. പരേതന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.